എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. അമേൻ. മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അമേൻ, സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് ഓപ്ഷൻ. ആരെങ്കിലും അവനെ കൈക്കൊണ്ടാൽ ആദ്യം വരുന്നത് എവിടെയാ? സ്വന്തത്തേക്ക്. ദൈവം ഒരു ദേശത്ത് ചലിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെയുള്ള സഭയിലൂടെയാണ്. അവർക്ക് വേണ്ട എന്ന് പറയുമ്പോഴേ ദൈവം വേണോന്ന് പറഞ്ഞ് കരയുന്നവനെ തേടി പോകത്തുള്ളൂ. ആമേൻ. അവൻ ദേശത്ത് ആദ്യം ഇറങ്ങി വരുന്നത് സ്വന്തത്തിലേക്കാണ്. ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി നിന്ന, ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി കരഞ്ഞ, ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി ആമേൻ പ്രവർത്തിച്ച ഇടത്തേക്ക് ഇറങ്ങി വരും. സ്തോത്രമായ യേശു കർത്താവ് 3.5 വർഷം ശുശ്രൂഷിക്കുമ്പോഴും അവൻ്റെ ഉള്ളത്തിൽ സ്വന്തം മാത്രമേ ഉള്ളൂ. അവിടെ ആ സ്ഥലത്തേക്ക് കരഞ്ഞോണ്ട്, ആ സ്ഥലത്തോട്ട് കരഞ്ഞോണ്ട് ഒരു പാപിനിയായ സ്ത്രീ വരുന്നില്ലേ? ആ സ്ഥലത്തേക്ക് കരഞ്ഞോണ്ട് ഒരു യവനായ സ്ത്രീ വരുന്നില്ലേ? നമുക്കങ്ങ് ദൈവത്തോട് ദേഷ്യം വരുന്നൊരു അനുഭവം ഇല്ല അവിടെ ഒന്ന് കരഞ്ഞിട്ട് കർത്താവ് മൈൻഡ് വെച്ചോ. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ വന്നത് അവർക്ക് വേണ്ടിയല്ല, ഞാൻ വന്നത് സ്വന്തത്തിന് വേണ്ടിയാ. ഞാൻ വന്നത് എനിക്ക് വേണ്ടി നിന്ന സ്വന്തത്തിന് വേണ്ടിയാ. ഇന്നലകളിൽ എനിക്ക് വേണ്ടി നിന്ന അബ്രഹാമിൻ്റെ സന്തതിക്ക് വേണ്ടിയാ. ഇന്നലെ എനിക്ക് വേണ്ടി നിന്ന ഇസഹാക്കിൻ്റെ സന്തതിക്ക് വേണ്ടിയാ. ഇന്നലെ എനിക്ക് വേണ്ടി നിന്ന യാക്കോബിൻ്റെ സന്തതിക്ക് വേണ്ടിയാ. ഇന്നലെ എനിക്ക് വേണ്ടി നിന്ന മോശയുടെ പിന്തുടർച്ചക്കാർക്ക് വേണ്ടിയാ. ഇന്നലകളിൽ എനിക്ക് വേണ്ടി നിന്ന ദാവീദിൻ്റെ തലമുറയ്ക്ക് വേണ്ടിയാ. എനിക്ക് അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ ഊർജം മുഴുവൻ അവിടെയാണ്. എന്നാൽ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഒടുക്കത്തിലേക്ക് വരുമ്പോൾ അവരതിനെ മൈൻഡ് വെക്കാതെ, അവരതിനു വേണ്ടി ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ യെരൂശലേമിലൂടെ കരഞ്ഞുകൊണ്ട് വരുന്നൊരു യേശുവിനെ കണ്ടോ? എന്താ യേശുവെ കരയുന്നേ? എന്താ നിന്റെ വാക്കുകൾ? പറയുന്ന വാക്ക്, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴേ മറയ്ക്കുന്നത് പോലെ എനിക്ക് എത്ര വട്ടം നിങ്ങളെ മറയ്ക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ നിങ്ങളോ അത് വേണ്ട 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 എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, ദേശത്ത് ദൈവം നിങ്ങളെ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ മാത്രമേ ദൈവം മറ്റു ചിലരെ തിരഞ്ഞെടുക്കത്തുള്ളൂ. ആമേൻ. കർത്താവേ, അടിയങ്ങളെ ഉപയോഗിക്കണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയിൽ കയറട്ടെ. ജനങ്ങൾ കൂട്ടത്തോടെ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക.